പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി, സ്വാഗതം ആശംസിച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് അറക്കൽ, പാർട്ടിയുടെ വൈസ് പ്രസിഡന്റുമാരായിട്ടുള്ള പി അബ്ദുൽ ഹമീദ് തുളസീധരൻ പള്ളിക്കൽ, ജനറൽ സെക്രട്ടറിമാർ അജ്മൽ ഇസ്മായിൽ, പി റഫീഖ്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിമാരായിട്ടുള്ള കെ അബ്ദുൽ ജബ്ബാർ, PR സിയാദ്, ജോൺസൺ കണ്ടച്ചിറ, സെക്രട്ടേറിയറ്റ് മെമ്പർ അൻസാരി അനാത്ത്, അഷ്റഫ് പാവച്ചമ്പലം, VT കറാമുൽ ഹക്ക്, പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗങ്ങൾ ജോർജ് മുണ്ടക്കയം, M ഫാറൂഖ്, ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് K റിയാസ്, പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് അനീഷ്, കോട്ടയം ജില്ലാ പ്രസിഡന്റ് സിയാദ്, അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന STTU വൈസ് പ്രസിഡന്റ് ES ഖാജ ഹുസൈൻ, വിമൺ ഇന്ത്യ മൂവ്മെൻറ്റ് സ്റ്റേറ്റ് സെക്രട്ടറി റൈഹാനത്ത് സുധീർ, പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം MM താഹിർ തുടങ്ങി വേദിയിലുള്ള പാർട്ടിയുടെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആലപ്പുഴയിലെ ജില്ലക്കാർക്കും കേരള സംസ്ഥാനത്തെ ഏതാനും പ്രവർത്തകർക്കും നേതൃത്വത്തിനുമൊക്കെ മാത്രം അടുത്തറിയാമായിരുന്ന നിങ്ങളുടെ നാട്ടുകാരനായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന KS ഷാൻ, ഇന്ത്യ രാജ്യത്തെ 14 സംസ്ഥാനങ്ങളിലുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രിയങ്കരനായി മാറിയ ഒരു ദിവസമാണ് ഡിസംബർ 18. ഷാൻ രക്തസാക്ഷിയായതോടുകൂടി നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടു, രക്തസാക്ഷികൾ മരിക്കുന്നില്ല എന്ന പ്രസ്താവനയുടെ ശരിയായ അർത്ഥം. അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞതുപോലെ തന്നെ ജനാധിപത്യ ബോധമുള്ള ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഷാൻ മരിച്ചിട്ടില്ല, ഞങ്ങളിലൂടെ ജീവിക്കും എന്ന് 2021 ഡിസംബർ 18 പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേതൃത്വത്തെ കൊലപ്പെടുത്തിയിട്ട് അതിലൂടെ ഒരു ആദർശത്തെ ഇല്ലാതാക്കാമെന്ന വ്യാമോഹം ഫാസിസ്റ്റുകൾക്കുള്ളതാണ്. ഫാസിസ്റ്റ് സ്വഭാവം കാണിക്കുന്നവർ ആരൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എപ്പോഴൊക്കെ അധികാരം കൈയാളിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അധീശത്വം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, അവരെല്ലാവരും ആ തരത്തിൽ നേതൃത്വം നൽകുന്നവരെ വകവരുത്തി പ്രതിരോധത്തെ ഇല്ലാതാക്കാൻ വൃഥാശ്രമം നടത്തിയിട്ടുള്ള ആളുകളാണ്. കൂട്ടമരണങ്ങൾ ആളുകളെ ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നതെങ്കിൽ
സങ്കടപ്പെടുത്തുകയാണ് ചെയ്യുന്നതെങ്കിൽ കൂട്ടരക്തസാക്ഷ്യങ്ങൾ ഒരു സമൂഹത്തിനും ഒരു ആദർശത്തിനും ഒക്കെ തന്നെ ഊർജവും ഉണർവും പകരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബോംബുകളിട്ട് ഫലസ്തീനിലെ ഗസയിലും വെസ്റ്റ് ബാങ്കിലുമൊക്കെ 10,000-കണക്കിന് ആളുകളെ കൊലപ്പെടുത്തിയിട്ടും ഇസ്രായേലിന് ഹമാസിനെ തോൽപ്പിക്കാൻ സാധിക്കാത്തത്. നേതൃത്വത്തിലിരുന്ന ആളുകളെ വാരിയംകുന്നത്തെ കുഞ്ഞഹമ്മദാജി ഉൾപ്പെടെയുള്ള സമരസേനാനികളെ വെടിവെച്ച് കൊന്നും കൊലക്കത്തിക്കിരയാക്കിയും രാജ്യത്തു നിന്ന് നാടുകടത്തിയും തങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിരോധങ്ങളെ ഇല്ലാതാക്കാമെന്ന് വ്യാമോഹിച്ച ബ്രിട്ടീഷുകാർക്ക്, വെള്ളക്കാരന് വിജയിക്കാൻ സാധിക്കാതെ പോയതും അതുകൊണ്ടാണ്. രക്തസാക്ഷികൾ ഉണ്ടാകുന്നതിനനുസരിച്ച് ഒരു സിദ്ധാന്തം, ഒരു ആദർശ സമൂഹം അവരുടെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ ആവേശത്തോടുകൂടി മുന്നോട്ട് ഗമിക്കുന്നതാണ് ലോകത്തിന്റെ ചരിത്രം. ആ ആദർശ സമൂഹം അവസാനം അവരുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതാണ് ലോകത്തിന്റെ ചരിത്രം. ആ ചരിത്രം കെ ഷാൻ എന്ന നമ്മുടെ പ്രിയങ്കരനായിരുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ കൊലക്കത്തിക്കിരയാക്കിയിട്ട് ഇരുളിന്റെ മറവിൽ വകവരുത്തി കേരളത്തിലും ആ ഫാസിസ്റ്റ് പരീക്ഷണം ആരംഭിക്കാമെന്ന് വിചാരിച്ച സംഘപരിവാറിനും ലോകത്തെ എല്ലായിടത്തും സംഭവിച്ച അതേ പരിണിതിയായിരിക്കും ഉണ്ടാവുക എന്ന് അവരെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഷാന്റെ രക്തസാക്ഷിത്വത്തെ മുൻനിർത്തി ഈ രാജ്യത്തെ ഫാസിസ്റ്റുകളോട് പറയാനുള്ളത് അതുതന്നെയാണ്. ഷാൻ എല്ലാ അർത്ഥത്തിലും സംഘാടകർക്ക്, പൊതുപ്രവർത്തകർക്ക്, രാഷ്ട്രീയ പ്രവർത്തകർക്ക് ധാരാളം മാതൃക നൽകിയ ഒരു വ്യക്തിത്വമാണ്. കുറഞ്ഞ പ്രായത്തിനുള്ളിൽ ധാരാളം ചെയ്ത് പ്രവർത്തന പാതയിൽ നെറ്റിയിൽ വിയർപ്പുകൾ തുള്ളികളോടുകൂടി മരിച്ചു പോവുകയല്ല, സമൂഹത്തിൽ എന്നെന്നും ജീവിക്കുന്നവനായി മാറിയ, ആ അർത്ഥത്തിൽ മറ്റു പലർക്കും ലഭിക്കാത്ത ഒരു മഹാസൗഭാഗ്യം ലഭിച്ച കെ ഷാൻ നമ്മുടെയും ഈ രാജ്യത്ത് വരാനിരിക്കുന്ന മുഴുവൻ സോഷ്യൽ ഡെമോക്രാറ്റുകളുടെയും ഒരു മുന്നണി പോരാളിയായി എന്നും നമ്മുടെയെല്ലാം മുമ്പിലുണ്ടാകും. സൗമ്യശീലനായ, സേവന സന്നദ്ധനായ, നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററായ, ഏത് സമയത്തും ഏത് പാതിരാത്രിയിലും എവിടെ വിളിച്ചാലും യാതൊരു മനപ്രയാസവുമില്ലാതെ വരാൻ തയ്യാറുള്ള, എല്ലാ അർത്ഥത്തിലും ത്യാഗശാലിയായ കെ ഷാൻ, അദ്ദേഹത്തിന്റെ ആ രക്തസാക്ഷിത്വം ഒരിക്കലും പാഴായി പോവുകയില്ല എന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സഹപ്രവർത്തകരായ നമുക്കും ഈ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യവും ബഹുസ്വരതയും മതേതരത്വവും ഒക്കെ
അതിൻ്റെ എല്ലാ കറകളെയും നീക്കിക്കളഞ്ഞ് അതെല്ലാം ഇവിടെ ശക്തമായി വളരണം, നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്ന യഥാർത്ഥ മതേതര ജനാധിപത്യ വിശ്വാസികൾക്കും തീർച്ചയായും പ്രതീക്ഷിക്കാവുന്നതാണ്. അതേസമയം അഷ്റഫ് മൗലവിയോടെ സൂചിപ്പിച്ചതുപോലെ ഷാനെ പോലെ ഇനിയും അതുപോലെയുള്ള മഹാസൗഭാഗ്യം നേടിയെടുക്കാനുള്ള സന്നദ്ധതയോടുകൂടി അത്തരം സംഭവങ്ങൾ ഇനിയും ഉണ്ടാകാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. നേതൃത്വം നൽകുന്നവരെ, മുന്നിൽ നിൽക്കുന്നവരെ ടാർഗറ്റ് ചെയ്ത് ഒരു പ്രസ്ഥാനത്തെ തളർത്താം, ഇല്ലാതാക്കാം എന്നാണ് ഫാസിസ്റ്റുകൾ വിചാരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം സ്വതന്ത്ര ഇന്ത്യയിൽ ഈ ലക്ഷ്യത്തോടു കൂടിയാണ് അവർ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നത്. പക്ഷേ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നതിലൂടെ അവർക്ക് ലക്ഷ്യം നേടാനായിട്ടില്ല എന്ന് മാത്രമല്ല, രാജ്യത്തെ ലക്ഷക്കണക്കിന് ജനാധിപത്യ വിശ്വാസികൾ ജനുവരി 30 ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനം വെറുമൊരു ഗാന്ധി രക്തസാക്ഷി ദിനം മാത്രമായിട്ടല്ല ആചരിക്കുന്നത്. അത് ഗാന്ധി കെ ഖാതിൽ ദേശ് കെ ഖാതിൽ എന്നാണ്. ഇന്ന് ഗാന്ധിജിയുടെ കൊലപാതകർ യഥാർത്ഥത്തിൽ ദേശത്തിന്റെ കൊലപാതകരാണ് എന്ന് ഏറ്റവും ചുരുങ്ങിയത് ജനുവരി 30-നെങ്കിലും 10,000-കണക്കിന് വേദികളിൽ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ തെരുവുകളിൽ ഉദ്ഘോഷിക്കപ്പെടുന്ന, ജനങ്ങളെ ഉണർത്തപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നുണ്ട്. അതിനുശേഷവും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള കൊലപാതകങ്ങൾ സംഘപരിവാർ ഇന്ത്യ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ആവർത്തിച്ചിട്ടുണ്ട്, ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കൽബുർഗി, അതുപോലെ ഗൗരി ലങ്കേഷ്, അതുപോലെ ദബോൽക്കർ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത മേഖലകളിൽ പല രീതിയിൽ ഫാഷിസത്തെ പ്രതിരോധിച്ചിരുന്ന, അവരുടെ കണ്ണിലെ കരടുകളായി മാറിയ ആളുകളെ അവർ വകവരുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഫലസ്തീനിലെ അധിനിവേശത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തെ നേരിടാൻ സയനിസ്റ്റുകൾ ഇതേ രീതിയാണ് സ്വീകരിച്ചത്. ഇപ്പോഴും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫലസ്തീനികളുടെ ഭൂമി പിടിച്ചെടുത്ത് അവിടെ ഒരു രാഷ്ട്രം സ്ഥാപിച്ച് തങ്ങളുടെ അധീശത്വം ശക്തമായി നിലനിൽക്കുന്നതിന് വേണ്ടി അവർ പിന്നീട് ചെയ്തത് ഇടയ്ക്കിടയ്ക്ക് ഹമാസിന് നേതൃത്വം നൽകുന്ന, അൽ ഖസാം ബ്രിഗേഡിന് നേതൃത്വം നൽകുന്ന ആളുകളെ തിരഞ്ഞു പിടിച്ച് കൊല്ലുക എന്ന നയമായിരുന്നു. 1993 ബ്രിഗേഡിന്റെ തലവൻ ഇമാദ് അഖീലിനെ അവര് കൊലപ്പെടുത്തി. 96 ഹമാസ് അൽ ഖസാം ബ്രിഗേഡ് അവർക്ക് പുറത്തു നിന്ന് പല സാധനങ്ങളും കൊണ്ടുവരാൻ സാധിക്കാതിരുന്നിട്ടും അവർ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നു. അതെങ്ങനെയെന്നതിനെ കുറിച്ച്
മൊസാദ് പഠനം നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി ഒരു യഹ്യ അയാഷ് എന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം സോപ്പുണ്ടാക്കുന്ന പൗഡറിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കുന്നു. അത്രയും വിദഗ്ധനായ ഒരു എഞ്ചിനീയറാണ് അദ്ദേഹം. അത് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്ത് കൊലപ്പെടുത്തി. ഹമാസിന്റെ സ്ഥാപകൻ അഹമ്മദ് യാസീൻ അദ്ദേഹത്തെ പിടികൂടിയിട്ട് 250 കൊല്ലത്തേക്കാണ് ജയിൽ ശിക്ഷ വിധിച്ച് ജയിലിലടച്ചത്. പക്ഷേ പിന്നീട് അവർ ഖാലിദ് മിഷൽ എന്ന ഹമാസിന്റെ നേതാവിനെ, തലവനെ കൊല്ലാൻ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ അതിൽ പിടികയായ മൊസാദിന്റെ ചാരന്മാരെ വിട്ടുകൊടുക്കുന്നതിന്റെ ഭാഗമായി അവർ അഹമ്മദ് യാസീനെ തിരിച്ച് ജയിൽ മോചിതനാക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് അഹമ്മദ് യാസീൻ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് ഹമാസിന് നേതൃത്വം നൽകുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ മുകളിൽ പള്ളിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ബോംബിട്ട്, ഹെലികോപ്റ്ററിൽ വന്ന് ബോംബിട്ട് അദ്ദേഹത്തെ കൊല ചെയ്തു. ഇങ്ങനെ പല നേതാക്കളെ ഇപ്പോ വാർത്തകളിലൊക്കെ വന്നു, 4 നേതാക്കന്മാർക്ക് ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നു. IDF സയനിസ്റ്റുകൾ. ഇതേ നയമാണ് ഇസ്രായേലിൽ നിന്ന്, അതിനു മുമ്പ് ജർമ്മനിയിലെ ഹിറ്റ്ലറൊക്കെ നടപ്പിലാക്കിയ സിദ്ധാന്തങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് അതേ കാര്യമാണ് ഇന്ത്യയിൽ ഫാഷിസ്റ്റുകളും പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഫാഷിസത്തെ തിരിച്ചറിയുകയും അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മളിപ്പോൾ ഈ രക്തസാക്ഷിത്വത്തിന്റെ അനുസ്മരണ ചടങ്ങിൽ നാം ഓരോരുത്തരും നിർബന്ധമായും ചെയ്യേണ്ട നമ്മുടെ കടമ. ഹിറ്റ്ലറിൽ നിന്നാണ്, ജർമ്മനിയിൽ നിന്നാണ് ഫാസിസ്റ്റുകൾ മാതൃക കൈക്കൊണ്ടിട്ടുള്ളത്. ഫാസിസ്റ്റുകളുടെ നേതാവ് അവരുടെ ആധികാരിക ഗ്രന്ഥമായി അവരെ അംഗീകരിച്ചിട്ടുള്ള നാം അഥവാ നമ്മുടെ ദേശീയത നിർവചിക്കപ്പെടുന്നുവെന്ന ഗോൾവാർക്കറുടെ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിലെ ഗോൾവാർക്കർ എഴുതി വെച്ചിട്ടുള്ളത് വംശത്തിന്റെയും സംസ്കാരത്തിന്റെയും വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ജർമ്മനി അവിടുത്തെ സെമിറ്റിക് വംശജരെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നു. ജർമ്മനിയിലെ ഹിറ്റ്ലർ വംശശുദ്ധിയുടെ പേര് പറഞ്ഞ് 939 മുതൽ 45 വരെയുള്ള വെറും 6 വർഷം കൊണ്ട് ആധികാരികമായ കണക്കനുസരിച്ച്, ഔദ്യോഗികമായ കണക്കനുസരിച്ച് തന്നെ 60 ലക്ഷം ജൂതന്മാരെയാണ് കൊന്നൊടുക്കിയത്. വംശശുദ്ധിയുടെ പേര് പറഞ്ഞ്. അനൗദ്യോഗിക കണക്കുകൾ ഒരുപക്ഷെ അതിൽ കൂടുതലുണ്ടാകാം. അതിനെക്കുറിച്ചാണ് നമ്മുടെ ഷാനെ ഇരുട്ടത്തിരുന്ന് ഷാനെ കൊലപ്പെടുത്തിയ, അദ്ദേഹത്തെ രക്തസാക്ഷിയാക്കിയ, ഇരുളിന്റെ മറവിൽ ഇപ്പോഴും ആയുധപ്പുരകളുണ്ടാക്കി പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന, ഈ കേരളത്തിൽ പോലും പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന RSSകാരുടെ തലവൻ, അവരുടെ സൈദ്ധാന്തികൻ, ആ സൈദ്ധാന്തികൻ പറയുന്നത് അന്ന് ജർമ്മനിയിലെ അവിടെ നടപ്പാക്കിയ ആ കൊലപാതകൻ, കൂട്ടക്കൊല, അത് ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് വംശാഭിമാനത്തിന്റെ ഉന്നതമായ മാതൃക അവിടെ പ്രകടമാക്കപ്പെട്ടിരിക്കുന്നു. വംശാഭിമാനത്തിന്റെ ഉന്നതമായ മാതൃകയാണ് 60 ലക്ഷം ജൂതന്മാരെ കൊന്നൊടുക്കിയതിലൂടെ ഹിറ്റ്ലർ അവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതിൽ അദ്ദേഹം അവസാനിപ്പിക്കുന്നില്ല. എന്നിട്ട് അദ്ദേഹം RSSകാരോട് അദ്ദേഹം ഉപദേശിക്കുന്നത്, പറയുന്നത്,
ഹിന്ദുസ്ഥാനിൽ നമുക്ക് പഠിക്കാനും നേട്ടമുണ്ടാക്കാനും പറ്റിയ നല്ല ഒരു പാഠമാണ് അത്. ഈ സിദ്ധാന്തവുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗം, അവരാണ് RSSകാർ. അവരെക്കുറിച്ച് ഫാസിസ്റ്റുകളാണോ എന്ന് പോലും ഇപ്പോഴും സംശയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ ഫാസിസ്റ്റുകളാണോ എന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരെ പറ്റി ഫാസിസ്റ്റുകൾ എന്ന് പറയാൻ പറ്റുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അത്തരം ആളുകൾ നമ്മുടെ ഈ കേരളത്തിൽ പോലും ജീവിച്ചിരിക്കുന്നു എന്ന് വരുമ്പോഴാണ് നമ്മൾ RSSന്റെ ഈ സിദ്ധാന്തത്തെ കുറിച്ചും എന്തുകൊണ്ടാണ് അവർ യാതൊരു കാരണവുമില്ലാതെ നമ്മുടെ പ്രിയപ്പെട്ട ഷാനെ ഇരുളിന്റെ മറവിൽ ടാർഗറ്റ് ചെയ്തതിന്റെ കാരണമെന്നതിനെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇത് ഒരു ഷാനിൽ അവസാനിക്കുന്നതായിരിക്കുകയില്ല, ഏതാനും SDPI നേതാക്കന്മാരിൽ അവസാനിക്കുന്നതുമായിരിക്കുകയില്ല. ഇന്ത്യ രാജ്യത്ത് നിന്ന് നടന്നിട്ടുള്ള കലാപങ്ങൾ, ടാർഗറ്റ് ചെയ്ത കൊലപാതകങ്ങൾ എല്ലാം എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ ആദർശപരമായ നിലപാട് സംഘപരിവാറിനെതിരെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ആരൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ അവരെല്ലാം സംഘപരിവാറിനാൽ ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അത് മാത്രമല്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു വംശത്തിൽ പിറന്നവനാണോ, നിങ്ങളെല്ലാം RSSന്റെ കണ്ണിലെ കരടുകളാണ്. ജൂതന്മാരെ കൊലപ്പെടുത്തുന്ന സമയത്ത് അതിനെ സൈദ്ധാന്തികവൽക്കരിക്കാൻ വേണ്ടി, ന്യായീകരിക്കാൻ വേണ്ടി ഹിറ്റ്ലർ പറഞ്ഞത് എന്താണെന്നറിയുമോ? ഈ ജൂതന്മാർ, അവർ നമ്മുടെ രാജ്യത്തെ രോഗാണുക്കളാണ്, ഈ രോഗാണുക്കളെല്ലാം നശിപ്പിക്കപ്പെടണം. അതുപോലെ നമ്മളെക്കുറിച്ച്, നിങ്ങളെല്ലാവരെ കുറിച്ചും RSSന്റെ സൈദ്ധാന്തികന്മാർ, നേതാക്കന്മാർ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ഈ കേരളത്തിൽ, മലയാളത്തിൽ ഇറങ്ങുന്ന അവരുടെ കേസരി എന്ന അവരുടെ പ്രസിദ്ധീകരണം, അതിൽ പോലും എന്ന് വെച്ചാൽ ഹിന്ദിയിലും ഒബ്സർവറും അതുപോലെ RSSന്റെ ഇംഗ്ലീഷിലുള്ള പ്രസിദ്ധീകരണങ്ങളിലും ഹിന്ദി പ്രസിദ്ധീകരണങ്ങളിലും മാത്രമല്ല, ഈ കേരളത്തിലെ മലയാളത്തിൽ ഉൾപ്പെടെയുള്ള പല പ്രസിദ്ധീകരണങ്ങളിലും വർഗീയത വളർത്തുന്നതിന്, ഒരു വിഭാഗത്തിനെതിരെ വംശശുദ്ധിയുടെ അടിസ്ഥാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വേറെയുള്ള എല്ലാവരെയും ശത്രുക്കളായി കാണുന്നതിനുള്ള പാഠവും പ്രചോദനവും നൽകുന്ന പ്രസ്ഥാനമാണ് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹിറ്റ്ലർ അവിടുത്തെ സെമിറ്റിക് മതങ്ങൾ എന്ന നിലയിൽ, അന്നത്തെ സെമിറ്റിക് മതം എന്ന നിലയിൽ അവിടുത്തെ ജൂതന്മാരെ രോഗാണുക്കൾ എന്ന് വിശേഷിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ ആളുകളെ കുറിച്ച് ഈ സംഘപരിവാറിന്റെ നേതാക്കന്മാർ പറഞ്ഞത് കണ്ണിലെ കരടുകളാണ് എന്നാണ്. വൈദേശിക മതങ്ങളും അവയെ താങ്ങി നടക്കുന്ന വൈതാളികന്മാരും മൂടുതാങ്ങികളുമാണ് ഇന്ന് ഭാരതാംബയുടെ കണ്ണിലെ കരടുകൾ. ആ കരടുകൾ നീക്കം ചെയ്യാത്തിടത്തോളം കാലം ഭാരതാംബയുടെ കണ്ണുകൾ കലങ്ങിത്തന്നെ ഇരിക്കും എന്ന് കേസരിയില് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വരികളാണ്. അപ്പോ നിങ്ങൾ ഏതെങ്കിലും, അവർ വൈദേശികർ എന്ന് വിളിക്കുന്ന, വിദേശ മതങ്ങൾ എന്ന് വിളിക്കുന്ന ഏതെങ്കിലും ഒരു മതത്തിൽ പിറന്നവരാണോ, നിങ്ങളെല്ലാം RSSന്റെ ടാർഗറ്റുകളാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് തികഞ്ഞ മതേതരവാദിയായിരുന്ന കോൺഗ്രസുകാരനായിരുന്ന ഹിസാൻ ജഫ്രി ഗുജറാത്തിലെ കലാപവേളയിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. യാതൊരു ദയയും അദ്ദേഹത്തിന് നൽകാൻ സംഘപരിവാർ തയ്യാറായിട്ടില്ല. കാരണം അദ്ദേഹത്തെ വിദേശ മതക്കാരനായ ഭാരതാംബയുടെ കണ്ണിലെ കരട് എന്നാണ് അവിടെ കലാപത്തിന് വന്നിട്ടുള്ള ആളുകൾ
മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മളെല്ലാവരെയും ഈ ഒരു ആര്യ വംശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ജനങ്ങളെ തട്ടുകളാക്കി തിരിച്ച് വംശീയതയുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അങ്ങനെ മറ്റുള്ളവരെ എല്ലാവരെയും ശത്രുക്കളാക്കി മാറ്റുന്നതിനുള്ള വ്യാപകമായ പ്രചാരണങ്ങളും പ്രവർത്തനങ്ങളും നമ്മുടെ രാജ്യത്ത് കേരളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മൾ കൂടുതൽ ഗൗരവത്തോടെ ഉത്തരവാദിത്ത ബോധത്തോടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് സന്നദ്ധമാകേണ്ടതുണ്ട്. ഓരോ ചെറിയ കാര്യങ്ങളെയും അവരുടേതായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ നൽകി അതിൽ എങ്ങനെ വർഗീയത കണ്ടെത്താമെന്നതിനുള്ള ശ്രമമാണ് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലേ? ശബരിമലയിലേക്ക് പോകുന്ന തീർത്ഥാടകർ KSRTC ബസ്സിൽ തിങ്ങി നിൽക്കുന്ന ഫോട്ടോയുടെ കൂടെ ഹജ്ജിന് പോകുന്ന ആളുകൾ വിമാനത്തിൽ ഓരോ സീറ്റിലും ഇരിക്കുന്ന ഫോട്ടോ കൂടെ വെച്ച് ഹജ്ജിന് പോകാൻ എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നു. ശബരിമലയിലേക്ക് പോകുന്നവർ ഇതാ തിങ്ങി നിറഞ്ഞ് വളരെ ബുദ്ധിമുട്ടി ബസ്സിൽ യാത്ര ചെയ്യുന്നു എന്ന പ്രചാരണം നടത്തുന്നവർ എത്ര കുടിലമായ വർഗീയതയാണ് അവരുടെ മനസ്സിലുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ധർമ്മത്തിന്റെ ഭാഗമാണ്, അതാണ് അവർ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ്, അതവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്യത്തിലേക്കുള്ള മാർഗത്തെ ന്യായീകരിക്കുന്നു എന്ന് വിചാരിക്കുന്ന ആളുകളാണ് അവർ. ഓരോ മേഖലയിലും നമ്മുടെ ഈ കേരളത്തിൽ പോലും ഇതുപോലെ വർഗീയ പ്രചരണം നടക്കുന്നു. കളമശ്ശേരിയിലെ 8 ആളുകൾ ക്രിസ്ത്യാനികൾ കൊല ചെയ്യപ്പെട്ട സംഭവം, ഭീകരാക്രമണം, അതിനെ തുടർന്നുണ്ടായ പ്രചരണങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. കേരളത്തിലെ ഒരു ഗവർണർ പോലും ഒരു അധികാരപരിധി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി പോലും സംഘപരിവാറിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നതിന് അതിനുവേണ്ടി പരസ്യമായി രംഗത്തിറങ്ങുന്ന വളരെ അപകടകരമായ സ്ഥിതിവിശേഷമാണ് നമ്മുടെ ഈ സംസ്ഥാനത്ത് പോലും ഇപ്പോൾ ഉള്ളത്. എല്ലായിടത്തും ഈ തരത്തിൽ വ്യത്യസ്തങ്ങളായ പദ്ധതികളും പ്രവർത്തനങ്ങളുമായി BJP മുന്നോട്ട് പോകുമ്പോൾ അതിനെ തിരിച്ചറിയാൻ നാം ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. ഫാഷിസം വെറും ആയുധങ്ങൾ മൂർച്ചകൂട്ടി ബോംബുകൾ ഉണ്ടാക്കി കുറെ ആളുകളെ, വ്യക്തികളെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തെയോ കൊലപ്പെടുത്തുക എന്നതിൽ മാത്രം നിൽക്കുന്നതല്ല അവരുടെ പ്രവർത്തനം. ഇന്ത്യയിൽ ഇപ്പോ BJP അധികാരത്തിലാണ്. അവർ അധികാരത്തിലെത്തിയത് ഇന്ത്യയുടെ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ അതുകൂടി ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടല്ല. എവിടെയും ഏത് രാജ്യത്തും ലോകത്തെവിടെയും ഫാഷിസത്തിന്റെ പ്രവർത്തന രീതി അധികാര കേന്ദ്രങ്ങളിൽ എത്തുകയും അധികാര കേന്ദ്രങ്ങളിൽ എത്തുന്നതിന് വേണ്ടി ആവശ്യമാണെങ്കിൽ കൂട്ടക്കൊലകളും കലാപങ്ങളും വംശഹത്യകളും ഒക്കെ നടത്തുകയും അങ്ങനെ അധികാര കേന്ദ്രത്തിലെത്തി അധികാരം ഉപയോഗിച്ച് തങ്ങളുടേതായ താല്പര്യങ്ങള്, തങ്ങളുടേതായ രീതികൾ ആ രാജ്യത്ത് നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ്. ഫാഷിസത്തെക്കുറിച്ച് പുസ്തകമെഴുതിയിട്ടുള്ള ആളുകൾ എല്ലാവരും ഒരുപോലെ പറഞ്ഞിട്ടുള്ള ഒരു നിർവചനം, ഫാഷിസത്തിന് അവർ നൽകിയിട്ടുള്ള നിർവചനം, ഫാഷിസത്തെ അവർ നടത്തിയിട്ടുള്ള നിരീക്ഷണം, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായ ജർമ്മനിയും അതുപോലെ ഇറ്റലിയിലും ഒക്കെ ഉൾപ്പെടെ വന്നിട്ടുള്ള ഫാഷിസം, നാസിസം തുടങ്ങിയിട്ടുള്ള എല്ലാ ഈ അക്രമത്തിൽ വിശ്വസിക്കുന്ന, വംശശുദ്ധിയിൽ വിശ്വസിക്കുന്ന, ആ വംശശുദ്ധിയുടെ അടിസ്ഥാനത്തിൽ തങ്ങളല്ലാത്തവരെല്ലാം മലിനമാണ് എന്ന് വിശ്വസിക്കുന്ന ആ ഒരു സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളെ കുറിച്ച്
അതെല്ലാം വിലയിരുത്തിയ ശേഷം ഫാഷിസത്തെ കുറിച്ച് എല്ലാവരും, അതിനെ നിരീക്ഷിച്ച ഗ്രന്ഥമെഴുതി എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഫാഷിസം പ്രാമാണിത്വ ദേശീയവാദത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയമാണ്. ഫാഷിസ്റ്റുകൾ ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെയും സാമ്പത്തിക സംവിധാനത്തെയും അധീനപ്പെടുത്താൻ അവർ ശ്രമിക്കും. അങ്ങനെ തങ്ങളുടെ വീക്ഷണത്തിനും മൂല്യങ്ങൾക്കും അനുസരിച്ച് ആ രാഷ്ട്രത്തെ രൂപപ്പെടുത്തുക, ഉടച്ചു വാർക്കുക എന്നതും ഫാഷിസ്റ്റുകളുടെ ലക്ഷ്യമായിരിക്കും. രാജ്യത്തിന്റെ ഭരണ സംവിധാനം, സാമ്പത്തിക സംവിധാനം, ഇത് രണ്ടിനെയും തങ്ങളുടെ ലക്ഷ്യത്തിനും താല്പര്യത്തിനും അനുസരിച്ച് തങ്ങളുടെ സ്വാധീനത്തിലാക്കി ആ രാഷ്ട്രത്തെ മതരാഷ്ട്രമാക്കി മാറ്റി അതിനെ ഉടച്ചു വാർക്കുക. കേവലം മതരാഷ്ട്രമല്ല, മനുസ്മൃതിയുടെ അടിസ്ഥാനത്തിലുള്ള, തങ്ങളല്ലാത്തവരെല്ലാം മലിനമാണ് എന്ന് വിശ്വസിക്കുന്ന, അവർക്കൊന്നും ജീവിക്കാൻ അർഹതയില്ല, അവരെ മനുഷ്യരായി അംഗീകരിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആ ഒരു സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഫാഷിസം ഇവിടെയും എവിടെയും പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഫാഷിസ്റ്റുകളുടെ പ്രവർത്തന രീതി, അതിന്റെ ഭാഗമായി അവർ നടത്തിയിട്ടുള്ള ഷഹീദ് ഷാന്റെ കൊലപാതകം, അത് ഇന്ത്യ രാജ്യത്തെ ഒന്നാമത്തെ സംഭവമല്ല, അത് ഇനിയും അവർ ആവർത്തിക്കാനുള്ളതാണ്. അതാണ് അവരുടെ നയം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അർത്ഥവത്തായ രീതിയിൽ ഫാഷിസത്തെ പരാജയപ്പെടുത്താനും തോൽപ്പിക്കാനും അവരുടെ നിലപാടുകളെ ശക്തമായി എതിർക്കാനും ജനാധിപത്യപരമായ രീതിയിൽ തന്നെ അതിനെ നേരിടാനുമുള്ള മുന്നേറ്റം ഉണ്ടാക്കുവാൻ തയ്യാറാകാത്തിടത്തോളം കാലം നമുക്ക് രക്ഷയുണ്ടാവുകയില്ല. ഒരു കാര്യം നാം മനസ്സിലാക്കുക, എവിടെയും അധീശ ശക്തികൾ, അതല്ലെങ്കിൽ ഇത്തരം വംശീയ ശക്തികൾ തൽക്കാലം ചില അധികാരമൊക്കെ അവർ കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അന്തിമമായി അവരൊന്നും ജേതാക്കളായി വിരാജിച്ച ഒരു ചരിത്രവും ലോകത്തെവിടെയുമില്ല. പക്ഷേ അത് യാദൃച്ഛികമായി സംഭവിച്ചതുമായിരുന്നില്ല. പോരാട്ടത്തിലൂടെ, ജനാധിപത്യപരമായ സമരങ്ങളിലൂടെ, ജനങ്ങളുടെ ചെറുത്തുനിൽപ്പിലൂടെയാണ് അത്തരം ഫാഷിസ്റ്റ് ശക്തികൾ തകർക്കപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെ അധീശത്വം അവസാനിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നാം ഓരോരുത്തരും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ, രാജ്യത്തെ സ്നേഹിക്കുന്നവൻ എന്ന നിലയിൽ, രാജ്യത്തോടുള്ള സ്നേഹം കേവലം വാക്കുകളിൽ ഒതുങ്ങി നിൽക്കാതെ പ്രവർത്തനങ്ങളിൽ, ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിൽ, നമ്മുടെ കുടുംബത്തെ അതിനുവേണ്ടി സജ്ജമാക്കുന്നതിൽ, നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും ഫാഷിസത്തിനെതിരായ പോരാട്ടത്തിന് സജ്ജമാക്കുന്നതിലൂടെ നാം ഓരോരുത്തരും ഒരു ശക്തനായ രാഷ്ട്രീയ പ്രവർത്തകനായി മാറുവാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഈ പാതയിൽ ഉറച്ചു നിന്നുകൊണ്ട്, ഇതിലേക്ക് വന്നുകൊണ്ട്, ഈ പ്രസ്ഥാനത്തിലൂടെ അത്തരം രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരായുള്ള പോരാട്ടത്തിൽ പങ്കാളികളാകുവാൻ എന്നോടും നിങ്ങളോടും ആഹ്വാനം ചെയ്തുകൊണ്ട്, നമ്മുടെ ഷഹീദ് ഷാൻ അദ്ദേഹത്തോടൊപ്പം സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ, അദ്ദേഹത്തോടൊപ്പം നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും സർവശക്തനായ നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. അഭിവാദ്യങ്ങൾ.